നമ്മുടെ ഷബീർ എന്ന സുഹൃത്ത് വീണ്ടും ഒരു കമൻറ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുമ്പ് അദ്ദേഹത്തിൻ്റെ കമൻറ്റിന് ഞാൻ ഒരു മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പോയതായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല. എന്നാലും ഇപ്പോൾ അദ്ദേഹം ഒരു പരന്ന കമൻറ്റുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ എഴുതിയിട്ടുള്ള പല വാക്കുകളും അക്ഷരത്തെറ്റുകൾ ഉണ്ട്. ഒരേപോലെ ആവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിരം തെറ്റാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് ഞാനത് തിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുമ്പോണ്ടായ പെശകല്ല, അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ, ഈ വാക്കുകൾ ശരിയായി എഴുതാൻ കൂടെ തുടർന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ മൊത്തം ഒന്ന് വായിച്ചിട്ട് അതിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇസ്ലാം മനസാ വാച കർമ്മണ സ്വീകരിക്കുക. കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ മാത്രമാണ്, അള്ളാഹുവിന് നന്ദിയുള്ള അവൻ്റെ അടിമകൾ മാത്രമാണ്. അവിടെ പ്രവാചകൻ്റെ പിതൃവനെന്നോ മകനെന്നോ ബാപ്പ എന്നോ ഭാര്യ എന്നൊന്നും ഇല്ല. എത്രയോ നല്ല മുസ്ലിങ്ങളുടെ മക്കൾ, പിതാക്കൾ, ഭാര്യമാർ, സഹോദരി, സഹോദരർ ഒക്കെ ഹറാം ചെയ്യുന്നവർ ഉണ്ടല്ലോ, തെറ്റായി നടക്കുന്നവർ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇസ്ലാം തെറ്റാണ് എന്ന് വരില്ല. കാരണം വലിയ ഒരു ജനത അത് കൃത്യമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. വിശ്വാസം എന്നത് ഒരാൾ തൻ്റെ നാഥനെ പൂർണ്ണമായും മനസ്സിലാക്കുന്നിടത്താണ് ഉള്ളത്. ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും തന്നെയും എല്ലാം സൃഷ്ടിച്ച നാഥനിലേക്ക് ഉള്ള മടക്കമാണ് അത്. ആ വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന സമാധാനമാണ്, തൃപ്തിയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മതം ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം. വാൾ കൊണ്ട് മതം വളർത്തേണ്ട കാര്യമില്ല. പഠിച്ചവന് കുറേ മുസ്ലിങ്ങളെയാണ് വേണ്ടത് എങ്കിൽ സ്വതന്ത്ര ആത്മാവിനെ പകരം ഇസ്ലാം പ്രോഗ്രാം ചെയ്ത ആത്മാവുകൾ മനുഷ്യനിൽ സൃഷ്ടിച്ചാൽ പോരെ? അദൃശ്യമായി അവൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തെ മനസ്സിലാക്കി അവനെ കാണാതെ ഉള്ള അവനിലുള്ള വിശ്വാസം അത് ആർക്കും ഉണ്ട് എന്നതാണ് പഠിച്ചവൻ നോക്കുന്നത്. അല്ലാതെ കുറേ ആളുകളെ സ്വർഗത്തിലോ നരകത്തിലോ പിടിച്ച് ഇട്ട് പടച്ചോന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ പ്രപഞ്ചം അവൻ്റെ ആണ് എങ്കിൽ അവൻ അത് ഉണ്ടാക്കിയതിനുള്ള ലക്ഷ്യമുണ്ടാകണമല്ലോ. ആ പ്രകൃതിയിലേക്ക് മനുഷ്യൻ വരണം. അത് പടച്ചോൻ്റെ ആവശ്യമല്ല, മനുഷ്യൻ്റെ ആവശ്യമാണ്. ആ പ്രകൃതത്തിലൂടെ ജീവിച്ചാലേ മനുഷ്യൻ പരിപൂർണമായ അവൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കൂ എന്നതാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ ആരാധിച്ചാലും അല്ലെങ്കിലും അള്ളാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവന് കഴിവ് ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് അല്ല ഉള്ളത്. അവൻ എല്ലായ്പ്പോഴും സുപ്പീരിയറാണ്, പരിപൂർണനാണ്. ഇസ്ലാം ആ വിശ്വാസമുള്ളത് മനുഷ്യനാണ്. അവൻ്റെ വ്യക്തിപരമായ സാമൂഹിക, രാഷ്ട്രീയ, കുടുംബ, സാമ്പത്തിക എല്ലാത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഇസ്ലാം. ഈ എല്ലാ മേഖലയിലും പരിപൂർണമായി അള്ളാഹുവിനെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ അദ്ദേഹത്തിന് ഈ ലോകത്തും നാളെ പരലോകത്തും മോക്ഷം കിട്ടുകയുള്ളൂ എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കമൻറ്റിൽ ഷബീർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സെൽഫ് കോൺട്രഡിക്ഷൻസ് ഉണ്ട്, അതായത് സ്വയം വൈരുദ്ധ്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ കമൻറ്റിലൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഒരു ശാഠ്യം പിടിക്കുന്നത് തന്നെ ഒരു വിരോധാഭാസമാണ്, ഒരു ക്രൂര വിനോദമാണ്. ഞാൻ ഈ കമൻറ്റിലെ ഓരോ സെക്ഷനായിട്ട് വായിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ചിന്തിക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും എനിക്ക് തന്നെ എൻ്റെ ചിന്തകളെ ഒന്ന് പുനരാലോചിക്കേണ്ടതുണ്ട് എങ്കിൽ അതിനുകൂടി ഉപകരിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് ഷബീറിനെ പോലെയുള്ള ആളുകൾ കൂടുതൽ അറിവുള്ള ഉസ്താദുമാരോട് ചോദിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഉസ്താദന്മാരാരെങ്കിലും വന്ന് നേരിട്ട് പറഞ്ഞാലും മതി. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചില കാര്യങ്ങളും ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്രയും കാലം 10-40 കൊല്ലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും ചോദിച്ചുകൊണ്ടിരുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ്. ഇതുവരെ ആരിൽ നിന്നും മറുപടി വ്യക്തമായി കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്.
പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു വാചകം, വിശ്വാസം എന്നത് ഒരാൾ തൻ്റെ നാഥനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നിടത്താണ് ഉള്ളത്. അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തെ മനസ്സിലാക്കി അവനെ കാണാതെ ഉള്ള അവനിൽ ഉള്ള വിശ്വാസം അത് ആർക്കുണ്ട് എന്നതാണ് പടച്ചോൻ നോക്കുന്നത്. അപ്പോൾ ഈ പടച്ചോനെ അല്ലെങ്കിൽ നാഥനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പടച്ചോന് നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ പടച്ചോൻ അങ്ങനെ ഒരു ആവശ്യം നമ്മളോട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പടച്ചോനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നമുക്കങ്ങനെ ഒരു കഴിവില്ലെങ്കിൽ പിന്നെ നമ്മളോട് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു ക്രൂര വിനോദമാണ്. ഏതുപോലെ ഒരു കഴുതയുടെ പുറത്ത് ആ കഴുതയ്ക്ക് ചുമക്കാവുന്നത് ഒരു 100 കിലോ ഭാരമാണ് എങ്കിൽ ആ കഴുതയുടെ പുറത്ത് 1 ടൺ ഭാരം അല്ലെങ്കിൽ 1000 കിലോ ഭാരം കയറ്റി വെച്ചിട്ട് ആ കഴുതയെ നമ്മൾ നടക്കണമെന്ന് പറഞ്ഞ് അടിക്കുന്നത് പോലെയാണ്. കാരണം ആ കഴുതയ്ക്ക് 100 കിലോ ഭാരം ചുമന്നുകൊണ്ട് നടക്കാനുള്ള കഴിവേ ഉള്ളൂ. 1000 കിലോ ഭാരം ആ കഴുതയുടെ പുറത്ത് വെച്ചിട്ടിട്ട് ആ കഴുത നടക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുകയും കഴുതയെ അതിനുവേണ്ടി നമ്മൾ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ക്രൂര വിനോദമാണ്. അതേപോലെ മനുഷ്യർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഇല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യനോട് മനസ്സിലാക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഇതുപോലുള്ള ഒരു ക്രൂര വിനോദമാണ്. ഇവിടെ ഷബീർ പറഞ്ഞതുപോലെ ഈ നാഥനെ ഒന്ന് മനസ്സിലാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, ഈ പടച്ചോനെ ഒന്ന് മനസ്സിലാക്കണം എന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷബീറിൻ്റെ ഈ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മൊത്തം ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് എനിക്ക് നാഥനെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നാവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്ലാം മനസ്സാ വാച കർമ്മണ സ്വീകരിക്കുക കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ മാത്രമാണ്, അള്ളാഹുവിന് നന്ദിയുള്ള അവൻ്റെ അടിമകൾ മാത്രമാണ്. ശരി, ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും അള്ളാഹുവിൻ്റെ അടിമകളും മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറയുന്നു. എനിക്ക് ഈ 2ഉം മനസ്സിലായിട്ടില്ല. ഒന്ന്, എന്തിനാണ് അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുന്നത്? നമ്മൾ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു ഭീകര ജന്തുവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അള്ളാഹു നമ്മളുടെ ശത്രുവായ, നമ്മളെ ഭീകരമായി ആക്രമിക്കാൻ പോകുന്ന ഒരു ഭീകരൻ ആണ് എങ്കിൽ ആ അള്ളാഹു എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നാഥനായി മാറുന്നത്? ഒരു നാഥൻ എന്ന് പറയുന്ന രക്ഷകനാണ്, നമ്മളെ രക്ഷിക്കുന്ന ആളാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ്. അയാൾക്ക് നമ്മളോടുണ്ടാവേണ്ടത് സ്നേഹമാണ്, വാത്സല്യമാണ്, നമ്മളുടെ ഇഷ്ടമാണ് അദ്ദേഹം ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ സന്തോഷമാണ് അദ്ദേഹം ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ നമുക്കും അദ്ദേഹത്തെ കാണുമ്പോൾ ഇഷ്ടവും സന്തോഷവും വാത്സല്യവും ഒക്കെയാണ് തോന്നേണ്ടത്, സ്നേഹമൊക്കെയാണ് തോന്നേണ്ടത് നമ്മുടെ ഒരു നാഥൻ, രക്ഷിതാവ് എന്നുള്ള നിലക്ക് വരികയാണെങ്കിൽ. ഇവിടെ ഭയപ്പെടണം എന്നാണ് പറയുന്നത്. ഈ ഭയപ്പെടണം എന്ന് പറയുമ്പോൾ സ്വയം ഒരു ഭീകരനായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഇയാൾ വരുന്നത്. എന്തിനാണ് ദൈവം ഇങ്ങനെ ഭീകരവേഷം കെട്ടിയിട്ട് നമ്മളെ പേടിപ്പിക്കാൻ വരുന്നത് എന്നതാണ് എൻ്റെ ആദ്യത്തെ സംശയം. നാഥനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഈ നാഥൻ എന്തുകൊണ്ടാണ് ഭീകരനായത് എന്നറിയാൻ താല്പര്യമുണ്ട്. 2, അവൻ്റെ അടിമകളാണ് നമ്മൾ എന്ന് പറയുന്നു. എന്തിനാണ് ഈ അടിമത്തം കൊണ്ടുവരുന്നത്? ഞാൻ അടിമയാവാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒരാളുടെയും അടിമയാവാനും ഇഷ്ടപ്പെടുന്നില്ല, ഒരാളെയും അടിമയാക്കാനും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തുല്യതയിലാണ് വിശ്വസിക്കുന്നത്. എല്ലാ മനുഷ്യരും തുല്യരാണ്. അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് ഒരു തുല്യതയോടുകൂടി കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരാൾക്ക് മറ്റൊരാളെ കീഴ്പ്പെടുത്തി അടിമയാക്കി അയാളെ കൊണ്ട് അടിമവൃത്തി ചെയ്യിച്ചിട്ട് നമ്മൾ അയാളുടെ മേൽ അധികാരം സ്ഥാപിച്ചിട്ട് കൊണ്ട് ഈ അടിമത്വം ആസ്വദിക്കുക എന്നതും, അടിമത്വത്തിൻ്റെ വിധേയത്വത്തിൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുക എന്നതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ ദൈവം മനുഷ്യനെ അടിമകളാക്കിയത്? ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണെങ്കിൽ നമ്മളെ മക്കളെ പോലെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പോലെ നമ്മളെ സ്നേഹിക്കാൻ എന്തുകൊണ്ട് ദൈവം തയ്യാറാവുന്നില്ല? പകരം നമ്മൾ അടിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ടിങ്ങനെ അനുസരിപ്പിക്കുകയും, നമ്മളെ കൊണ്ടിങ്ങനെ ഇബാദത്ത് ചെയ്യിക്കുകയും, നമ്മളെ കൊണ്ടിങ്ങനെ ആരാധിപ്പിക്കുകയും, നമ്മളെ കൊണ്ടിങ്ങനെ നന്ദി പറയിപ്പിക്കുകയും, അതിൻ്റെയൊക്കെ പേരിൽ നമ്മളെ ശിക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഭീകരനായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യജമാനൻ ചമഞ്ഞുകൊണ്ട് അടിമത്വത്തിൻ്റെ ഒരു കൾച്ചറിലേക്ക് എന്തിനാണ് ഈ ദൈവം വന്നത്? ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും വാത്സല്യത്തോടു കൂടി പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു രക്ഷിതാവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഈ നാഥൻ അങ്ങനെയൊന്നല്ല. ഈ നാഥൻ നമ്മളെ അടിമകളാക്കാൻ വരുന്ന, നമ്മളെ പേടിപ്പിക്കാൻ വരുന്ന ഒരു ഭീകര ജന്തുവായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ നാഥൻ ഇങ്ങനെ ഭീകരനായത്? ഈ
ഒരു യജമാനത്വം ചമഞ്ഞുകൊണ്ട് മനുഷ്യനെ സ്വന്തം സൃഷ്ടികളെ അടിമകളാക്കാൻ മെനക്കെട്ടത്. അപ്പോൾ ഈ ദൈവത്തിന് എന്താണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം? ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം, എൻ്റെ ചോദ്യം. കാരണം നാഥനെ അറിഞ്ഞിട്ട് നമ്മൾ നാഥന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ നാഥനെ അറിയണമെങ്കിൽ നാഥൻ്റെ ഈ സ്വഭാവം എന്തുകൊണ്ട് ഇത്രയും മോശമായി എന്നറിയാനുള്ള ബാധ്യത നമുക്കുണ്ട്. കാരണം എങ്കിലല്ലേ നമുക്ക് ഈ നാഥനുമായിട്ട് ഇടപാട് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ പ്രവാചകൻ്റെ പിതൃവ്യൻ എന്നോ മകനെന്നോ പാപ്പ എന്ന ഭാര്യ എന്നോ ഒന്നുമില്ല. എത്രയോ നല്ല മുസ്ലിങ്ങൾ ഇവിടെ മക്കൾ ഹറാമ് ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ ഇത് വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നതോ കുറേ ആളുകൾ അനുസരിക്കുന്നുണ്ട് എന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യം ശരിയോ തെറ്റോ ആണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹിന്ദുമതമാണ് വിശ്വസിക്കുന്നത് എന്നതുകൊണ്ട് ഹിന്ദുമതമാണ് ശരിയെന്ന് ഷബീർ അംഗീകരിക്കില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്തുമതമാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ക്രിസ്തുമതം ശരിയാണെന്ന് ഷബീർ അംഗീകരിക്കുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ ആൾദൈവങ്ങളുടെയൊക്കെ ഉദാഹരണം പറഞ്ഞത് കുറേ ആളുകൾ വിശ്വസിക്കുന്നു എന്നതൊരിക്കലും ആ വിശ്വസിക്കുന്ന കാര്യം ശരിയാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനെ പരിശോധിച്ചിട്ട് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാണോ, നമ്മുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ, വസ്തുതകൾക്ക് നിരക്കുന്നതാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മളതിനെ അംഗീകരിക്കുക. ഇങ്ങനെ ബോധ്യപ്പെടാതെ കുറേ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ടല്ലോ എന്നാൽ അത് തന്നെ ശരി എന്ന് തീരുമാനിക്കുന്നത് യുക്തിസഹമായ രീതിയല്ല. അങ്ങനെ നമ്മളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വലിയ പടുകുഴിയിലായിരിക്കും ചെന്ന് ചാടുന്നത്. കുറേ ആൾക്കാർ വന്നു കൂടിയിരിക്കുന്നു എന്നതുകൊണ്ട് ആ സാധനം ശരിയാവണമെന്നില്ല, അത് ചിലപ്പോൾ പരമാബദ്ധമാവാൻ സാധ്യതയുണ്ട്. ആ അബദ്ധത്തിൽ നമ്മൾ ആൾക്കൂട്ടം കണ്ടുപോയി ചാടുന്നത് അബദ്ധമാവാനാണ് സാധ്യത. അതുകൊണ്ട് ഈ ഒരു മാനദണ്ഡം ശരിയേത് തെറ്റേത് എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് കുറേ ആളുകൾ വിശ്വസിക്കുന്നു, കുറേ ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നതൊന്നും എടുത്തുകൂടാ എന്നതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആൾക്കൂട്ടം നോക്കിയിട്ട് കാര്യം തീരുമാനിക്കുന്ന രീതിശാസ്ത്രത്തിനെതിരാണ് സ്വതന്ത്ര ചിന്തയുടെ രീതിശാസ്ത്രം എന്നതുകൊണ്ടാണ് നമ്മളിതൊന്നും അംഗീകരിക്കാത്തത്. നമുക്കിത് ബോധ്യപ്പെടണമെങ്കിൽ നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിലുള്ളത് മനസ്സേ ഉള്ളൂ. നമ്മുടെ മനസ്സിന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിവുള്ള ഉസ്താദുമാരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉസ്താദിൽ നിന്നും നമുക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. വിശ്വാസം എന്നത് ഒരാൾക്ക് തൻ്റെ നാഥനെ പൂർണ്ണമായി മനസ്സിലാകുന്നിടത്താണ് ഉള്ളത്. ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെ തന്നെയും എല്ലാം സൃഷ്ടിച്ച നാഥനിലേക്കുള്ള മടക്കമാണത്. ആ വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന സമാധാനമാണ്, സംതൃപ്തിയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതിൽ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. വിശ്വാസം എന്നത് ഒരാൾക്ക് സംതൃപ്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിന് നാഥനെ അറിയേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഏത് നാഥനിൽ വിശ്വസിച്ചാലും, കുറേ നാഥന്മാരിൽ വിശ്വസിച്ചാലും, കുറേ നാഥന്മാരിലും കൂടെ വിശ്വസിച്ചാലും, കുറേ പെൺദൈവങ്ങളിലും ആൺദൈവങ്ങളിലും വിശ്വസിച്ചാലും, ആൾദൈവങ്ങളിൽ വിശ്വസിച്ചാലും ഒക്കെ നമുക്ക് ഈ പറയുന്ന സംതൃപ്തിയും ആശ്വാസവും കിട്ടും. ആൾ ദൈവങ്ങളെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ചാലും സംതൃപ്തി ആശ്വാസം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ അവിടെ പോയി കെട്ടിപ്പിടിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ ദൈവത്തിൻ്റെ മോതിരം എടുത്തിട്ട് നമ്മൾ വെല്ലുമ്മലിട്ട് കണ്ടാൽ നമുക്ക് സംതൃപ്തിയും സന്തോഷവും കിട്ടുന്നത് കൊണ്ട് തന്നെ, ആശ്വാസം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ആൾ ദൈവങ്ങളെയൊക്കെ പൂജിച്ചുകൊണ്ട് നടക്കുന്നത്. പണക്കട്ട തങ്ങളടുത്ത് പോയിട്ട് ഒരു നൂല് മന്ത്രിച്ചൂതി കൈമ കെട്ടിയാൽ ഒരു ആശ്വാസം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് മന്ത്രിച്ചൂതാൻ ആളുകൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആശ്വാസം കിട്ടാൻ നമ്മൾ ഇതിനൊക്കെ അറിയണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. നാഥനെ അറിയണമെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടുന്നോ ഇല്ലേ എന്നുള്ളത് നോക്കിയാലും ശരിയാവില്ല. ഏത് നാഥനെ വിശ്വസിച്ചാലും, ഏത് നാഥന്മാരെ വിശ്വസിച്ചാലും വിശ്വസിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ശരി തെറ്റും കണ്ടുപിടിക്കാൻ നമുക്ക് ആശ്വാസം കിട്ടുന്നോ ഇല്ലേ എന്നുള്ളതും ഒരു മാനദണ്ഡമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിനെ നാഥനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിലൂടെയാണ് വിശ്വാസമെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ നാഥൻ, ആരാണ് ഈ നാഥൻ, എന്തുകൊണ്ടാണ് അയാൾ നാഥനായത്, അയാൾ എന്തുകൊണ്ട് നാഥ ആയില്ല, അല്ലെങ്കിൽ നാഥന്മാരും നാഥന്മാരും കൂടി ആയില്ല, ഇയാൾ ഒരു നാഥൻ എന്നുള്ള ഒരു പുരുഷ രൂപത്തിൽ മാത്രം ഒരു ഭീകരനായിട്ട് എന്തുകൊണ്ട് വന്നു, തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊക്കെ അറിയുമ്പോഴാണ് പൂർണ്ണമായി നാഥനെ അറിയൽ. അതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ തുടർന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മതം ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ഇസ്ലാം സ്വീകരിച്ച് ജീവിക്കാം. വാൾ കൊണ്ട് മതം വളർത്തേണ്ട കാര്യമില്ല.
പടച്ചോന് കുറേ മുസ്ലിങ്ങളെയാണ് വേണ്ടത് എങ്കിൽ സ്വതന്ത്ര ആത്മാവിന് പകരം ഇസ്ലാം പ്രോഗ്രാം ചെയ്ത ആത്മാവുകൾ മനുഷ്യൻ സൃഷ്ടിച്ചാൽ പോരെ? ഇത് നമ്മൾ അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ്. നമ്മൾ 40-40 കൊല്ലമായിട്ട് ഈ ഉസ്താദന്മാരോട് അങ്ങോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ പടച്ചോന് ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. പടച്ചോന് മനുഷ്യരൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പടച്ചോൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രോഗ്രാം ചെയ്ത് വിട്ടാൽ മതി. അല്ലാതെ ഇവിടെ കുറേ മതങ്ങളെ സൃഷ്ടിച്ചിട്ട് കുറേ പടച്ചോന്മാരെ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് ശരി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പരീക്ഷണം വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അത് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയൂല. നമ്മളുടെ ബുദ്ധി വെച്ചിട്ട്, നമ്മുടെ പരിമിതമായ ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. യുക്തി ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പൊട്ടത്തരാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ഈ പൊട്ടത്തരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏത് പൊട്ടത്തരം മെച്ചപ്പെട്ട പൊട്ടത്തരം എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെയുള്ളൊരു പൊട്ടപരീക്ഷണമൊക്കെ വെച്ചിട്ട് ഈ ക്രൂര വിനോദവും ക്രൂര നാടകവും നടത്തേണ്ട ഒരാവശ്യവും പടച്ചവനില്ല. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നാണോ പടച്ചവൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ എന്നത് വളരെ ന്യായമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിനും നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം നാഥനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം തരണം. പിന്നെ മതം ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഷബീറിന് എവിടുന്ന് കിട്ടിയ വിവരമാണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അടിച്ചു മാത്രമല്ല, വെട്ടി ഏൽപ്പിക്കുന്നുണ്ട്. വെട്ടി മാത്രമല്ല, പൊട്ടിത്തെറിച്ച് ഏൽപ്പിക്കുന്നുണ്ട്. വെടി പൊട്ടിച്ചിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. അക്രമങ്ങളിലൂടെയും വെട്ടിപ്പിടുത്തങ്ങളിലൂടെയും വാള് വീശിയിട്ടുമാണ് ഈ മതം പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നും ഇന്നും ഈ മതം മനുഷ്യന് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന സംവിധാനങ്ങൾ ഈ മതത്തിന് ആധിപത്യമുള്ള എല്ലായിടങ്ങളിലും ഉണ്ട് എന്നും ഈ മതത്തിന് ഒരു ആധിപത്യവും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ പോലും ഈ മതം മനുഷ്യനെ അക്രമത്തിലൂടെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്, നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. മദ്രസ പുസ്തകങ്ങളിൽ പോലും നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട്. മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മതം വിട്ടവനെ കൊല്ലുക, നിസ്കരിക്കാത്തവനെ കൊല്ലുക, അല്ലെങ്കിൽ നിസ്കരിക്കാത്ത കുട്ടികളെ അടിക്കുക എന്നൊക്കെ പറഞ്ഞത് അടിച്ചേൽപ്പിക്കുക, അക്ഷരാർത്ഥത്തിൽ തന്നെ അടിച്ചേൽപ്പിക്കലാണ്. അല്ലാതെ ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക, ഇഷ്ടമുള്ളവർ ആരാധിക്കുകയും ചെയ്യുക എന്ന ഒരു ഉദാര സമീപനം ഉള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അള്ളാഹുവിനെ പിടിച്ചുകൊണ്ടെന്നൊരു ദർസിൽ ഇരുത്തിയിട്ട് ഈ മതം അയാൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അള്ളാഹുവിൻ്റെ കിതാബ് മറിച്ച് നോക്കിയാൽ അതിനകത്ത് അടിച്ചേൽപ്പിക്കൽ തന്നെ ഉള്ളൂ. അതിനകത്ത് പറയുന്നത് നിങ്ങൾ മതം മുഴുവൻ എൻ്റേതാക്കി തരുന്നത് വരെ നിങ്ങൾ മറ്റുള്ളവരെ പോയി ആക്രമിക്കൂ, യുദ്ധം ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ ഇങ്ങോട്ട് പോരും എന്ന രീതിയിൽ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന 1, 2 അല്ല 100 കണക്കിന് വാക്യങ്ങളാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ അക്രമത്തിന് പോയിട്ട് നിങ്ങൾ വെട്ടുമ്പോൾ വെട്ട് കൊള്ളിക്കാൻ ഞാനും കൂടി തരാം, നിങ്ങൾ കുത്തുമ്പോൾ കുത്തു കൊള്ളിക്കാൻ ഞാനും കൂടി തരാം, നിങ്ങൾ എറിയുമ്പോൾ ഏറ് കൊള്ളിക്കാൻ ഞാനും കൂടി തരാം എന്നൊക്കെയാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ദീൻ മുഴുവൻ അള്ളാഹുവിൻ്റേതാകുന്നത് വരെ, ഈ ദീനില്ലായ്മ എന്ന ഫിത്തിന് അവസാനിക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇസ്ലാം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന് ഒരു ആധിപത്യവും ഇല്ലാത്ത നമ്മുടേതുപോലുള്ള നാട്ടിൽ പോലും പറ്റുന്ന രീതിയിലെല്ലാം ഈ മതം വിശ്വസിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഈ വിശ്വാസം നഷ്ടപ്പെട്ടവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം ഒന്നുകിൽ ബോധപൂർവം എഴുതി വെച്ച ഒരു നുണയാണ്, അല്ലെങ്കിൽ ഷബീറിനെ പോലുള്ള ഒരു തെറ്റിദ്ധരിച്ച ഒന്നാണ്. അതുകൊണ്ട് ഇതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഈ അള്ളാഹുവിനെയും ഈ റസൂലിനെയും ഒക്കെ പിടിച്ചിരുത്തി ഒരു ദർസിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതനുസരിച്ച് ഖുർആനിലൊക്കെ 100 കണക്കിന് ആയത്തുകൾ ഖുർആനിൽ നിന്ന് നസ്ക് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദൃശ്യമായി അവൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തെ മനസ്സിലാക്കി അവനെ കാണാതെ ഉള്ള അവനിലുള്ള വിശ്വാസം അത് ആർക്കുണ്ട് എന്നതാണ് പടച്ചോൻ നോക്കുന്നത്. അപ്പോൾ അവനെ മനസ്സിലാക്കിയിട്ട് അവനെ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനിയും കുറച്ചുകൂടെ ചോദ്യങ്ങൾ ഞാൻ തുടർന്നുള്ള ഭാഗം വായിച്ചിട്ട് ചോദിക്കാം. അതിനൊക്കെ ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്ക് ഈ നാഥനെ മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചാൽ മതി. എങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ നാഥനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നാഥൻ ഉത്തരം പറയാൻ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഈ നാഥൻ്റെ വക്കീലന്മാരായിട്ട് വരുന്ന പുരോഹിതന്മാർ മാത്രമേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നതുകൊണ്ട് അവരോട് നമ്മൾ ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. ഇന്ന് നമ്മൾ പ്രവാചകന്മാരും ഇല്ല,
ഈ നാഥനും ഇല്ല. നമുക്ക് ഇന്ന് ഈ നാഥൻ്റെയും പ്രവാചകൻ്റെയും ഒക്കെ വക്കീലന്മാരായിട്ട് വരുന്ന പുരോഹിതർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അവരോട് നമ്മൾ ചോദിക്കുന്നു ഈ നാഥൻ എന്താണ് ഈ കോലത്തിലൊക്കെ എന്നുള്ളത്. അതിൻ്റെ ഉത്തരം തന്നാൽ മതി. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈമാൻ കൊണ്ടോളാം. അല്ലാതെ കുറേ ആളുകളെ സ്വർഗത്തിലോ നരകത്തിലോ പിടിച്ചിട്ട് പടച്ചോന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പടച്ചോൻ ഒന്നും കിട്ടാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ പടച്ചോൻ നരകം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ നരകത്തിലേക്ക് നിങ്ങളൊക്കെ ഇട്ട് നിറക്കാനാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പടച്ചോൻ എന്തോ കിട്ടാനുള്ളത് കൊണ്ട് തന്നെയാണല്ലോ പടച്ചോൻ ഈ സ്വർഗവും നരകം ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതും പടച്ചോൻ ഇതുകൊണ്ട് എന്തോ കിട്ടാനില്ലല്ലോ. ഒന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെ പടച്ചോൻ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നെങ്കിൽ ആ ചെയ്യുന്നതിൽ അയാൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യം അടുത്ത വാചകത്തിൽ തന്നെ പറയുന്നുണ്ട്, എങ്കിൽ എന്തിനാണ് ഈ പ്രപഞ്ചം അവൻ്റെ ആണ് എങ്കിൽ അവൻ ഉണ്ടാക്കിയതിന് ലക്ഷ്യമുണ്ടാകണമല്ലോ. അതുതന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടാക്കിയതിനെ മനുഷ്യനുണ്ടാക്കിയതിനെയൊക്കെ അങ്ങേർക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ അങ്ങേർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആ ലക്ഷ്യം അങ്ങേരെ സ്ഥാപിക്കാൻ, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങേരിതൊക്കെ ചെയ്യുന്നത്. ഒരു ലക്ഷ്യമില്ലാതെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യും. അപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴും ആ കുഴപ്പം തീരാൻ വേണ്ടിയിട്ടാണ് അയാളത് ചെയ്തതെന്ന് വരും. ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് തീരെ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. കാരണം മനുഷ്യനെ സ്വർഗത്തിലോ നരകത്തിലോ ആക്കിയിട്ട് ശാശ്വതമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ദൈവം ഒരു ലക്ഷ്യമായിട്ട് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മനുഷ്യനെ മുഴുവൻ നരകത്തിലിട്ട് നടക്കാനാണ് ഞാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം ദൈവത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടാവും. ഒന്നും കിട്ടാനില്ലാതെ ഒരാൾ ഇങ്ങനെയൊക്കെ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുമെന്ന് കരുതാൻ യാതൊരു ന്യായവും കാണുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ ഒരുപാട് യുക്തിരഹിതമായ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി പടച്ചോന് ലക്ഷ്യമുണ്ടാകണമല്ലോ എന്നാണ് പറഞ്ഞത്. ഇവിടെ വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പടച്ചോന് ലക്ഷ്യമുണ്ടെങ്കിൽ പടച്ചോനല്ലാതാണ് അതിൻ്റെ അർത്ഥം. ഒരു പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഷബീർ തന്നെ പറയുന്നുണ്ട്, ഞാനതാ വലിയ അക്ഷരത്തിൽ അത് ചുവപ്പിലാക്കി വെച്ചിട്ടുണ്ട്, പരിപൂർണനാണെന്ന് പറയുന്നുണ്ട്. ആര്? ഈ പടച്ചോൻ. ഈ പടച്ചോൻ പരിപൂർണനാണെങ്കിൽ പിന്നെ പടച്ചോന് ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ലല്ലോ. എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരാൾക്കാണ് പരിപൂർണൻ എന്ന് പറയുക. ഇനി ഒന്നും നേടാനില്ല, എല്ലാം നേടി സ്വസ്ഥമായിട്ടിരിക്കുന്ന നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഹിന്ദു ഫിലോസഫിയിലൊക്കെ വരുന്നുണ്ട്. ഈ നിർഗുണ പരബ്രഹ്മം എന്നുള്ള അവസ്ഥയിലെത്തിയതിനാണ് പൂർണ്ണത എന്ന് പറയുക. അങ്ങനെ പൂർണ്ണതയിലെത്തിയ ഒരു പരിപൂർണനായ ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവാനും പാടില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടോ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടോ അയാൾ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. ഇവിടെ ദൈവത്തിന്, ഈ അള്ളാഹുവിന് എന്തൊക്കെയോ ലക്ഷ്യമുണ്ട് എന്നും അദ്ദേഹത്തിന് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് എന്നും ആ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ആ കാര്യങ്ങൾ ചെയ്ത ആഗ്രഹങ്ങൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നും ആ അറിയിച്ചതിനനുസരിച്ചുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് അയാൾ കാത്തിരിക്കുകയാണ് എന്നും ഒക്കെയാണ് ഈ കഥാപുസ്തകം പറയുന്നത്. അപ്പോൾ ഈ കഥാപുസ്തകം അനുസരിച്ച് ഈ അള്ളാഹു എന്ന് പറയുന്ന ആൾ ഒരിക്കലും പരിപൂർണനല്ല. അയാൾ എന്തൊക്കെയോ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്, അയാൾക്ക് എന്തൊക്കെയോ ഇനിയും നേടാനുണ്ട്, അയാൾ നേടിയതിലൊന്നും അയാൾ പൂർണ്ണ സംതൃപ്തനല്ല എന്ന അവസ്ഥയിലാണ് അയാൾ ഇരിക്കുന്നതെങ്കിൽ അയാളെ നമുക്ക് പരിപൂർണൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. പരിപൂർണനല്ല എങ്കിൽ അയാളുടെ ദൈവമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ പരിപൂർണൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പരിപൂർണത എന്നാണ് അർത്ഥമെങ്കിൽ അള്ളാഹു ദൈവമല്ല. പരിപൂർണനായ ഒരു ദൈവമാണെങ്കിൽ അള്ളാഹു ഈ പണികളൊന്നും ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ പരിപൂർണൻ എന്ന് പറഞ്ഞ ആശയം തന്നെ ബാക്കി ഈ കഥയിൽ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളോടും നേരെ വിരുദ്ധമാണ്. ഇത് രണ്ടും പരസ്പരം റദ്ദായി പോകും. ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുന്നതും ദൈവം പരിപൂർണനാണ് എന്ന് പറയുന്നതും പരസ്പരം റദ്ദാക്കുന്ന വിരോധാഭാസങ്ങളാണ്. ഒന്നൊന്നിനെ റദ്ദാക്കും. കാരണം പരിപൂർണതയിലെത്തിയ ഒരാൾക്ക് സൃഷ്ടി നടത്തേണ്ട കാര്യമില്ല. അയാൾക്കൊരു ലക്ഷ്യമോ ഉദ്ദേശമോ ആഗ്രഹമോ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു സംശയം. എന്തുകൊണ്ടാണ് പരിപൂർണനായ ദൈവം പിന്നെയും എന്തൊക്കെയോ ആഗ്രഹിച്ചുകൊണ്ട് സൃഷ്ടി നടത്തുന്നത്? ഇതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നാഥനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതൊന്ന് പറഞ്ഞു തരണം. എന്തുകൊണ്ടാണ് എല്ലാം തികഞ്ഞ ഒരാൾ പിന്നെയും വേണ്ടാത്ത ഓരോരോ കുരുത്തക്കേടുകൾ ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരണം. പിന്നെ മനുഷ്യൻ, ആ പ്രകൃതിയിലേക്ക് മനുഷ്യൻ വരണം. പടച്ചോൻ്റെ ആവശ്യമല്ല, മനുഷ്യൻ്റെ ആവശ്യമാണ്. ആ പ്രകൃതിയിലൂടെ ജീവിച്ചാൽ മനുഷ്യൻ പരിപൂർണമായ അവൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാകൂ എന്നതാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ ആരാധിച്ചാലും അല്ലെങ്കിലും അള്ളാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ്റെ കഴിവ് ഈ പ്രപഞ്ചത്തിൽ എന്തിനെയെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് അല്ല ഉള്ളത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നങ്ങളെന്ന് പറയാം.
ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ആരാധന നടത്തണം, അടിമത്തം ചെയ്യണം, അടിമവേല ചെയ്യണം, നമ്മൾ ദൈവത്തിനോട് നന്ദി കാണിക്കണം, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം, പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ദൈവത്തിന് ഇതൊന്നിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതും വിരോധാഭാസമാണ്. കാരണം ഒരാൾക്ക് ആവശ്യമില്ലാത്ത കാര്യം അയാൾ മറ്റൊരാളോട് ആവശ്യപ്പെടുക എന്ന് പറയുന്നിടത്ത് തന്നെ യുക്തിരാഹിത്യമുണ്ട് എന്നും. ഇവിടെ ആവശ്യപ്പെടുക മാത്രമല്ല, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എന്നെ ആരാധിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നരകത്തിലിടും, നിങ്ങൾ വേറെ ആരെങ്കിലും ആരാധിച്ചാലും ഞാൻ നിങ്ങളെ നരകത്തിലിടും, നിങ്ങൾ എന്നെ ആരാധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കള്ളും പെണ്ണും തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭനങ്ങളിലൂടെയും ഭീഷണിയിലൂടെയും ആരാധന ചോദിച്ചു വാങ്ങുന്ന ഒരാൾ അയാൾക്ക് ആവശ്യമില്ലാത്തതാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്തർത്ഥമാണ്? പിന്നെ ആർക്കും ആവശ്യമുള്ളത്? മനുഷ്യർക്ക് ആവശ്യമാണെന്ന് പറയാം. മനുഷ്യർക്ക് എന്താ ആവശ്യം? മനുഷ്യർക്ക് ദൈവത്തിനെ ആരാധിക്കൽ ഒരു ആവശ്യമേ അല്ല. മനുഷ്യർക്ക് നൈസർഗികമായിട്ട് ഇവിടെ ആവശ്യം സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ ആവശ്യത്തിന് മനുഷ്യൻ ദൈവത്തിനെ ആരാധിക്കേണ്ട ഒരു കാര്യമില്ല, ദൈവത്തിന് അടിമവേല ചെയ്യേണ്ട ഒരു കാര്യമില്ല. മനുഷ്യൻ ഇവിടെ ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ മതി. ഇതൊന്നും മനുഷ്യൻ്റെ ആവശ്യമല്ല. ഇനി മനുഷ്യൻ്റെ ആവശ്യമാണെങ്കിൽ അത് മനുഷ്യൻ കണ്ടറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്, അല്ലാതെ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വാങ്ങിക്കേണ്ട ഒന്നല്ല. നിങ്ങൾ എന്നെ ആരാധിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീയിലിട്ട് അടുപ്പിലിട്ട് പൊരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിന്നാലെ ഒരാളെ ഭീഷണിപ്പെടുത്തി കണ്ണുരുട്ടി നടക്കുകയാണെങ്കിൽ എന്നിട്ട് അയാൾക്ക് ആരാധന ആവശ്യമില്ലാതെ നമുക്കാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലേ? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് അത് ചോദിക്കാതെയും പറയാതെ തന്നെ നമ്മൾ ചെയ്യൂലേ? അപ്പം നിങ്ങൾക്കൊരു ഉപകാരം ഒരാൾ ചെയ്തു തന്നാൽ അയാളോട് നന്ദി പറയുക എന്നുള്ളത്, നന്ദി പറയടാ എന്ന് പറഞ്ഞിട്ട് വടിയെടുത്തിട്ട് കത്തിയെടുത്തിട്ട് കാണിച്ചിട്ട് കത്തി ചൂണ്ടിയിട്ട് എനിക്ക് നന്ദി പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അയാൾ ചെയ്ത ഉപകാരം പോലും അവിടെ ബാത്തിലാവുക ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരാൾ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നൈസർഗികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതാണ് അയാളോടൊരു നന്ദി എന്ന് പറയും. ആ നന്ദി നിങ്ങൾ അയാളോട് പ്രകടിപ്പിക്കും. അതല്ലാതെ അയാളെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു 10 റുപ്യേൻ്റെ ഉപകാരം ചെയ്തിട്ട് ഒരു 100 റുപ്യക്ക് നമ്മളെ ഭീഷണിപ്പെടുത്തി നന്ദി പറയടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നാലെ നടന്നാൽ അയാൾ ആ 10 റുപ്യേൻ്റെ ഉപകാരം പോലും നമുക്ക് പിന്നെ എന്തായി അല്പത്തരമായിട്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുക. ഇവിടെ ദൈവം അത് തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ഇന്നെ ആരാധിക്കുക, ആരാധിച്ചില്ലേ ഞാൻ അടുപ്പിലിട്ട് പൊത്തിക്കും, ആരാധിച്ചാൽ ഞങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ ആരാധനയും ചോദിച്ച് നടക്കുകയും എന്നിട്ട് നിങ്ങൾ ആരാധനയൊന്നും എനിക്ക് ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് ആവശ്യം എന്ന് പറയുകയും ചെയ്താൽ അതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനും ആ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇന്ന ആരാധിക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തേക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനെ ആരാധിക്കലല്ലോ മനുഷ്യൻ്റെ ആവശ്യം ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇനി പരലോകം ഉണ്ടെങ്കിൽ പരലോകത്ത് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അതിനെന്തിനാണ് ദൈവത്തിനെ ആരാധിച്ചാലേ അത് കയറുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ദൈവത്തിനെ നമ്മൾ ആരാധിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ദൈവത്തിന് നമ്മൾ ആരാധന ആവശ്യമുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യം മടിച്ചേൽപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത്? അപ്പോൾ ഈ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള അവകാശവാദങ്ങളാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള ന്യായ വൈകല്യങ്ങളാണ്. അവൻ്റെ കഴിവ് ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും ഒന്നിനെ ആശ്രയിച്ചല്ല ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ കഥാപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമാണ്. കാരണം ആശ്രയിച്ചല്ല ഉള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിക്കുന്നതായിട്ട് ഈ കഥ പറയുന്നുണ്ട്. നമ്മളെ ഈ സൃഷ്ടികളായ നിസ്സാര മനുഷ്യരെ പോലും ഈ ദൈവം ആശ്രയിക്കുന്നുണ്ട്. നമ്മുടെ ആരാധന ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരാശ്രയമാണ്. അത് പോട്ടെ. അതുമാത്രമല്ല ആശ്രയിക്കുന്നത്, ദൈവം ഈ മനുഷ്യനോട് തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ വേണ്ടി, തൻ്റെ സന്ദേശങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു തോട്ടിയല്ല, ഒരു തോട്ടിയുമേ കെട്ടിയ വേറൊരു തോട്ടി, അങ്ങനെ കുറേ തോട്ടികളെ ആശ്രയിക്കുന്നുണ്ട്. ആദ്യം പോസ്റ്റ്മാനായിട്ട് ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു, ഒരു തോട്ടി. പിന്നെ മലക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് സ്വകാര്യമായിട്ട് ഒരു പാറമടയിൽ നിന്ന് കൊടുത്തിട്ട് വേറൊരു മനുഷ്യനെ ആശ്രയിക്കുന്നു, അത് രണ്ടാമത്തെ തോട്ടി. എങ്ങനെ ആ മനുഷ്യൻ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കിതാബാക്കിയിട്ട് നമ്മളെ മുമ്പിൽ തരുന്നു, മൂന്നാമത്തെ തോട്ടി. അങ്ങനെ മലക്ക്, ദൂതൻ, കിതാബ് എന്ന 3 സാധനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ദൈവം മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ആശയവിനിമയം നടത്തുന്നത്. എന്ന് മാത്രമല്ല, ഈ മനുഷ്യനെ കൊണ്ട് ദൈവത്തിൻ്റെ ആശയം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ മറ്റൊരു സൃഷ്ടിയായ ഭാഷയെ ആശ്രയിക്കുന്നുണ്ട്. സൃഷ്ടിയെ വരെ ആശ്രയിക്കുന്നുണ്ട് ഈ ദൈവം. എന്താണ് സൃഷ്ടിയുടെ സൃഷ്ടി? മനുഷ്യനുണ്ടാക്കിയ ഒരു അറബി പോലുള്ള പ്രാദേശിക ഭാഷ ദൈവം എടുത്തിട്ട്
ഉപയോഗിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ച ഭാഷയെ വരെ ആശ്രയിച്ചു കൊണ്ടാണ് ദൈവം ആശയവിനിമയം പോലും നടത്തുന്നത്. അപ്പോൾ എത്ര തോട്ടിയാണ് ഏച്ച് കെട്ടിയിട്ടുള്ളത് നോക്കൂ. അങ്ങനെ ഈ തോട്ടി ഏച്ച് കെട്ടിയിട്ട് ഇതെല്ലാം ആശ്രയിച്ചിട്ട് നമ്മളോട് ആശയവിനിമയം നടത്തുന്ന ഒരു പടച്ചോൻ നമ്മളോട് പറയുക ഞാൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ? മാത്രമല്ല, ഈ മെസ്സേജ് കൊടുത്തേക്കാൻ മാത്രമല്ല പടച്ചോൻ മലക്കുകളെ ആശ്രയിക്കുന്നത്. പടച്ചോൻ മഴ പെയ്യിക്കാനും ഇടിപൊട്ടിക്കാനും റൂഹിനെ പിടിക്കാനും സകല പണിയും ചെയ്യിക്കാനും ഈ മലക്കുകളെ ആശ്രയിക്കുന്നുണ്ട്. കൊന്ന് പറഞ്ഞാൽ വിചാരിച്ച കാര്യം സാധ്യമാവും, അത്രക്ക് ശക്തിയുണ്ട് എന്ന് വീമ്പ് പറയുന്നുണ്ടെങ്കിലും സകല കാര്യങ്ങളും ഓരോരോ ഏജന്റുമാരെ വെച്ചിട്ട് ഏജന്റുമാരെയും ഇടനിലക്കാരെയും ആശ്രയിച്ചു കൊണ്ടാണ് ദൈവം ചെയ്യുന്നത് എന്നും ഈ കഥാപുസ്തകം പറയുന്നു. ആശ്രയം വേണ്ടാത്ത ഒരാൾ ആശ്രയങ്ങളുടെ പിന്നാലെ പാഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇത് വിരോധാഭാസമല്ലേ? നമ്മുടെ ചോദ്യം ഇതാണ്, എന്തിനാണ് ആശ്രയം വേണ്ടാത്ത ദൈവം സ്വന്തം സൃഷ്ടികളെ ആശ്രയിക്കുന്നത്? സ്വന്തം സൃഷ്ടികളെ വരെ ആശ്രയിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ അറിയണം. കാരണം നാഥനെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതേ. നാഥനെ അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഈ നാഥനെ ആരാധിക്കാൻ. അപ്പോൾ ഈ നാഥൻ എന്തിനാണ് സ്വന്തം സൃഷ്ടികളെയും ആശ്രയിക്കുന്നത്? നാഥന് ആശ്രയം വേണ്ടാത്ത ആളല്ലേ എന്ന ചോദ്യത്തിനും നമുക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. പരിപൂർണനായ ഒരാൾ ഈ പരിപൂർണതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ എന്തിനാണ് ചെയ്യുന്നത് എന്നും നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നാഥനെ അറിയണമെങ്കിൽ നാഥൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും അറിയണമല്ലോ. അല്ലാതെ നാഥനാണെന്നും പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പിശാചാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിൽ നമുക്കിത് അബദ്ധം പറ്റൂലേ? അപ്പോൾ ഇത് നാഥൻ തന്നെയാണോ ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവണ്ടേ, ബോധ്യപ്പെടണ്ടേ? അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതല്ല നാഥനെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇബ്ലീസാണ് ഇതൊക്കെ പറയുന്നതെങ്കിലോ, നാഥനെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇബ്ലീസ് നാഥൻ്റെ പേരിൽ എഴുതി വെച്ചതാണെങ്കിലോ, അല്ലെങ്കിൽ ഇബ്ലീസ് നാഥൻ്റെ പേരിൽ ഒരു ഇബ്ലീസിൻ്റെ ദൂതൻ വന്നിട്ട് അറിയാതെ പറഞ്ഞതാണെങ്കിലോ, അതിനുള്ള സാധ്യതയും നമ്മൾ നോക്കണ്ടേ? അപ്പോൾ നാഥനെ ശരിക്കും അറിയണമെങ്കിൽ നാഥനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുടെ വൈരുദ്ധ്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇത് വൈരുദ്ധ്യങ്ങളില്ലാതെ ആണ് നമുക്ക് മനസ്സിലാവേണ്ടത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണുന്നതെല്ലാം ഒരിക്കൽ പറഞ്ഞ് നേരെ വിരുദ്ധമായിട്ട് മറ്റൊരിടത്ത് പറയുമ്പോൾ നമ്മുടെ ഈ യുക്തി കൊണ്ട് നമുക്കിത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നാഥനെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുക? ഇത് പറയുമ്പോൾ ഉസ്താദുമാർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഉസ്താദുമാർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല എന്നാണ്. നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല എന്നാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ പരിമിതമായ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആണ് ഈ പറയുന്നതെങ്കിൽ ഈ നാഥനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിശ്വസിക്കാൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ പറഞ്ഞു, ഒരു കഴുതയുടെ പുറത്ത് ഒരു 100 കിലോ ഭാരം ചുമക്കാൻ മാത്രം കഴിവുള്ള കഴുതയാണെങ്കിൽ ആ കഴുതയുടെ പുറത്ത് 1000 കിലോ ഭാരം കയറ്റി വെച്ചിട്ട് നമ്മൾ ആ കഴുതയെ വടിയെടുത്ത് അടിക്കുന്നത് എന്തുമാത്രം ക്രൂരമായൊരു വിനോദമാണ്. 100 കിലോ ഭാരം തന്നെ താങ്ങാൻ വയ്യാത്തൊരു കഴുതേൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് 1000 കിലോ ഭാരം വെച്ചിട്ട് നടക്കടാന്ന് പറഞ്ഞിട്ട് കഴുതയെ തല്ലുന്നത് പോലെയല്ലേ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും യുക്തിയും തരാതെ നമ്മളോട് നാഥനെ മനസ്സിലാക്കൂ എന്ന് പറയുന്നത്? ഇത് ഉസ്താദന്മാരുടെ മറുപടിക്കുള്ള മറുപടിയാണ്. എന്താണ് ഉസ്താദന്മാരുടെ മറുപടി? എന്തുകൊണ്ടാണ് പരിപൂർണനായ ദൈവം ഇങ്ങനെ പരിപൂർണതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് കാരുണ്യവാനായ ദൈവം ഇങ്ങനെ നരകം നടക്കാൻ വേണ്ടി സൃഷ്ടി നടത്തിയിട്ടുള്ളത്? കാരുണ്യവാനായ ദൈവം ക്രൂരമായ പരീക്ഷണം നടത്തുന്നത് എന്തിനാണ്? കാരുണ്യവാനായ ദൈവം ഒളിച്ചിരുന്നിട്ട് നാടകം കളിക്കുന്നത് എന്തിനാണ്? കാരുണ്യവാനായ ദൈവം സ്വന്തം സൃഷ്ടികളെ ഈ ക്രൂരമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് എന്തിനാണ്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പരിപൂർണനായ ദൈവം പരിപൂർണതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പിന്നാലെ ഓടി നടക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതല്ലെങ്കിൽ സർവജ്ഞാനിയാണെന്ന് പറയുന്ന ദൈവം അങ്ങനെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നതിന് ഉസ്താദുമാർ കണ്ടെത്തിയിട്ടുള്ള ഒരു ന്യായം, മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട്, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് നാഥൻ്റെ കാര്യത്തിൽ നമ്മളൊന്നും ചിന്തിക്കേണ്ടെന്നാണ്. പിന്നെ എങ്ങനെയാണ് നാഥനെ മനസ്സിലാക്കുക? ഷബീർ ഇവിടെ എഴുതി വെച്ചതാണ് നാഥനെ മനസ്സിലാക്കണം. 2 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് നാഥനെ മനസ്സിലാക്കണം, എന്നിട്ട് വേണം വിശ്വസിക്കാൻ. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു ഇടപാട് പറയുമ്പോൾ എനിക്ക് ഇന്ന സഹായം വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു തരണം എന്നൊരു ഇടപാടിനുമായിട്ട് ഒരാൾ വന്ന് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആ വരുന്ന ആൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്, അയാൾ ആരാണ്, അയാൾ എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഒരു പ്രാഥമികമായ അവകാശം നമുക്കുണ്ട്.
ഇവിടെ ഒരാൾ വന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞിട്ട് ഒരു കിതാബും കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ഇടപാടുകളൊക്കെ നമ്മളോട് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ആരാധിക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, നിങ്ങൾക്ക് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഈ ദൂതൻ ആരുടെ ദൂതനാണ് എന്നും ഇയാൾ വന്ന് കൊണ്ടുവന്ന സാധനം ഇവിടുന്ന് കൊടുത്തയച്ചതാണെന്നും ഇയാൾ ഈ പറയുന്ന ആൾ ആരാണെന്നും ഒക്കെ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്, മനസ്സിലാക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പം നമ്മൾ ആ മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചോളൂ എന്ന് പറയും. അതെന്തൊരു ന്യായമാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ നാഥനെ മനസ്സിലാക്കി വിശ്വസിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ, ഒരു നാഥനും ഒരു കിതാബും ഒരു മതവും മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഓക്കെ, ആ നാഥനനുസരിച്ച് നമുക്കങ്ങ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 900 നാഥന്മാരും 900 കിതാബുകളും 900 കഥകളും നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏത് കിതാബ്, ഏത് നാഥൻ, ഏത് കഥ ശരിയെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിക്ക് പരിമിതി ഉണ്ട്, അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ചോളൂ, ഇയാൾ പറയുന്നു, മറ്റേയാൾ പറയുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ചോളൂ, അതിൻ്റെ അപ്പുറത്തെ ആൾ പറയുന്നു, ഞാൻ പറയുന്നത് വിശ്വസിച്ചോളൂ. ഇങ്ങനെ മനുഷ്യനെ ഇടങ്ങേറാക്കുക. നമ്മൾ ഏതാ വിശ്വസിക്കുക? ഏത് നാഥനെ നമ്മളെ അറിയുക? എങ്ങനെയാണ് നമ്മൾ ഈ നാഥനെ അറിയുക? നമ്മളുടെ പരിമിതമായ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിനെ പരിശോധിക്കുമ്പോൾ ഈ കച്ചവടക്കാർ പറഞ്ഞതും ആ കച്ചവടക്കാർ പറഞ്ഞതും മറ്റേ കച്ചവടക്കാർ പറഞ്ഞതും എല്ലാം ഒരുപോലെ മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ കഥകളാണ്. അതുകൊണ്ട് നമ്മൾ ആ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെല്ലാം പ്രാകൃത കാലത്ത് അധികമൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത മനുഷ്യർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച്, അവരുടെ സംസ്കാരത്തിനനുസരിച്ച്, അവരുടെ ബുദ്ധി നിലവാരത്തിനനുസരിച്ച്, അവരുടെ ധാർമ്മിക നിലവാരത്തിനനുസരിച്ച് പടച്ചുണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കെട്ടുകഥകളൊന്നും മനുഷ്യർക്ക് ഇവിടെ ആവശ്യമുള്ളതല്ല. ഇതൊക്കെ നാഥൻ ആവശ്യമുണ്ടെങ്കിൽ നാഥൻ അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, നമുക്കിതൊന്നും ആവശ്യമില്ല എന്നതാണ് നമ്മുടെ നിലപാട്. അതനുസരിച്ചാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് ഇവിടെ ജീവിക്കാൻ ഈ കെട്ടുകഥകളുടെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈ കെട്ടുകഥകൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. സമാധാന ജീവിതത്തിനും സ്വൈര ജീവിതത്തിനും സന്തോഷ ജീവിതത്തിനും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഴുപ്പ് ഭാണ്ഡമാണ് ഈ കെട്ടുകഥകൾ എന്നതുകൊണ്ടാണ് നമ്മൾ ഈ മതങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് സ്വതന്ത്ര ചിന്തകരായി മനുഷ്യരായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ഷബീറിനോടും ഷബീറിനെ പോലെയുള്ള ആളുകളോടും നമുക്ക് പറയാനുള്ളത്. അതല്ല, ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉസ്താദുമാർക്ക് ഉത്തരമുണ്ടെങ്കിൽ ആ ഉത്തരങ്ങളുമായിട്ട് വരൂ. അപ്പം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. എനിക്ക് നാഥനെ മനസ്സിലായാൽ ആ നാഥനെ ഞാനങ്ങ് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ഞാനങ്ങ് എടുത്തോളാം. അത് മനസ്സിലാവാത്ത ഒരു നാഥനെ ചുമക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം.